Hi friends, welcome back. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തേക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തേക്കുന്നത് റാഗി യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നമുക്കിപ്പോൾ പൊടിച്ച പൊടിയൊക്കെ കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി അതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അരിച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറച്ച് തവിടുണ്ടാവും. അപ്പോൾ നമുക്കത് മാറ്റിക്കളയാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 1 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ വെള്ളത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവും പാലോ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിലാണിത് മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 കപ്പ് ശർക്കരയാണ്. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ നമ്മൾ കൊടുക്കുന്ന പനങ്കൽക്കണ്ടം അതും യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ശർക്കരയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആ ശർക്കര നല്ലപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാനിലായിട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്യാഷ്യും അതേപോലെ തന്നെ ബദാമും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ക്യാഷ്യും ബദാമും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊന്ന് നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾ ഹൽവ സെറ്റാക്കാനായിട്ട് ഏത് പാത്രത്തിലാണോ വയ്ക്കണത് അതിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് നെയ്യ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഡെക്കറേഷനായിട്ട് വേണമെങ്കിൽ ക്യാഷോ ബദാമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ക്യാഷും പിന്നെ അതേപോലെ തന്നെ കുറച്ച് എള്ളും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി റാഗി വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഓൾറെഡി നെയ്യിൽ കുറച്ച് ക്യാഷ്യും അതേപോലെ തന്നെ ബദാമും റോസ്റ്റ് ചെയ്തെടുത്തായിരുന്നു. അതിലേക്ക് നമ്മൾ ഇനി എടുത്ത് മാറ്റി വെച്ചേക്കുന്ന മിക്സ്, അതായത് റാഗിയും അതേപോലെ തന്നെ ശർക്കരയും കൂടെ മിക്സ് ചെയ്തത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട്. റാഗി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ബദാം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കാം.
അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 3 to 4 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാഷ്യൂം റാഗിയും ആണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം റാഗിക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. കുട്ടികൾക്ക് നമ്മൾ ചെറുതായിരുന്നപ്പോൾ തൊട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് റാഗി. പിന്നെ ഒരു 2 to 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർ അതിനോടുള്ളൊരു ഇഷ്ടം അങ്ങ് പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടമാവുകയും ചെയ്യും, അവരത് കഴിക്കുകയും ചെയ്തോളും. പിന്നെ അതിനെല്ലാം ഇപ്പോൾ വെയിറ്റൊക്കെ കുറഞ്ഞിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല വലുതായവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണിത്. ഇപ്പോൾ നമ്മുടെ ഹൽവ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എടുത്തു വച്ചേക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറോളം ടൈം എടുക്കത്തുള്ളൂ ഇതൊന്ന് സെറ്റായി കിട്ടാനായിട്ട്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്തിരുന്നാൽ തന്നെ നമ്മൾക്ക് നല്ല പോലെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗിയുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റാഗി ഇഷ്ടമല്ലാത്ത പിള്ളേർ പോലും ഇത് മേടിച്ച് കഴിക്കും. അത്രയ്ക്ക് സോഫ്റ്റുമാണ്, അതേപോലെ ടേസ്റ്റും ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷസുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.